നമസ്കാരം. മഴക്കാലമാണ്. കിട്ടുന്ന പണമെല്ലാം ആശുപത്രിയിലും ക്ലിനിക്കിലും ഒക്കെ കൊണ്ടുകൊടുത്ത് ഡോക്ടർമാർക്കും പൈസ കൊടുത്ത് മരുന്നും വാങ്ങി, കിൻഡൽ കണക്കിന് മരുന്ന് വാങ്ങി, മരുന്ന് കഴിച്ച് ഭേദമില്ലാതെ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് ഓടി ഉള്ള ആരോഗ്യം കേടുവരുത്താൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിപ്പോണം. ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടാതെ വയ്യ. നമ്മൾ ചിന്തിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുടെ അസത്യവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കേടുവരുത്തുന്നതും നമ്മുടെ സാമ്പത്തിക അവസ്ഥ കേടുവരുത്തുന്നതും ചില വസ്തുതകളും അത് പറയാതിരുന്നാൽ സാമൂഹ്യ ദ്രോഹം ആകും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാവുന്ന, നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആരോഗ്യ മേഖലയിലെ കച്ചവടം എന്ന് പറയുന്നത്. അത് സ്വകാര്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ. അതിലേറ്റവും അധികം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ ചിലർ പിണങ്ങുന്നറിയാം. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത്, നമ്മുടെ ശരീരം കേടുവരുത്തുന്നത്, നമ്മുടെ പണം ഇല്ലാതാക്കുന്നത്, നമ്മുടെ സ്വത്തുവകകളൊക്കെ നശിപ്പിക്കുന്നത്, എല്ലാം ഇല്ലാതായി അവസാനം കുത്തുപാള എടുത്ത് തെരുവിലെത്തേണ്ടി വരുന്നത് ഒരു ചെറിയ ക്ലിനിക്കിൽ നിന്നായിരിക്കും അതിന്റെ പടപ്പുറപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യ കേരളം എന്ന് നമ്മൾ പറയും. നമ്മൾ PHCയിൽ ഒന്ന് പോയി നോക്കൂ. ഏതെങ്കിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ, ഗവൺമെന്റ് ഡിസ്പെൻസറികളൊന്ന് പോയി നോക്കൂ. അവിടെ ഉള്ള ഡോക്ടർമാർ അവർ അനാവശ്യമായിട്ട് മരുന്ന് എഴുതാറില്ല. ചെല്ലുന്നവർക്ക് അവരുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്താണെങ്കിൽ ടെസ്റ്റ് നടത്തി ആവശ്യത്തിനുള്ള മരുന്ന്, ഉദാഹരണത്തിന് ഇപ്പോൾ മഴക്കാല രോഗങ്ങളുടെ സമയമാണ്. ചുമ, പനി, ഇതൊക്കെ സാർവത്രികമായി ഉണ്ട്. ആ വൈറൽ പനികളുടെ പല പേരിട്ട് സർക്കാർ തന്നെ ഭയപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ ഭയപ്പെടുത്തി അതിനെ പല പേരും ഇട്ടുകൊണ്ട് കച്ചവടം നടത്തുന്നത് നമുക്ക് ഒരു വശത്ത് കാണാം. അത് അവിടെ നിൽക്കട്ടെ, അത് അതിന്റെ ബിസിനസ്. തൽക്കാലം അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇവിടെ നമ്മൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ വൈറൽ ഫീവർ ആണെന്ന് മനസ്സിലാവും. അതല്ലെങ്കിൽ ചുമ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജലദോഷം, കഫക്കെട്ട്, ഇങ്ങനെ പലതും നമുക്ക് കാണാൻ പറ്റും. അതിനൊക്കെ കൃത്യമായ മരുന്ന്, കുറച്ചു മാത്രം മരുന്ന് എഴുതും. ആ മരുന്നിൽ ഭേദപ്പെട്ടു പോവുകയും ചെയ്യും. ഇനി അഥവാ ഒരാഴ്ച കൊണ്ട് അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ഡോക്ടറെ തന്നെ ഒരു ടെസ്റ്റ് എഴുതി തരും. അത് അവിടെ നിന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അനുസരിച്ചിട്ട് മരുന്നുകൾ മാറും, അസുഖം മാറും. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്, ആ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ആ മരുന്ന് നമുക്കൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂറൊക്കെ അവിടെ നിൽക്കേണ്ടി വരും. ഒന്ന് ടോക്കൺ എടുക്കണം, പിന്നെ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്ന് കുറിച്ചു കഴിഞ്ഞാൽ മരുന്ന് കിട്ടുന്നത് വരെയുള്ള ഒരു കാത്തിരിപ്പ്. ഇങ്ങനെ കാത്തിരിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ തൊട്ടടുത്ത ക്ലിനിക്കിലേക്ക് പോകും. അങ്ങനെ ക്ലിനിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഒന്ന് പരിശോധിക്കും. ആ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ, ക്ലിനിക്കിനോടനുബന്ധിച്ച് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും. ഇഷ്ടം പോലെ മരുന്ന് എഴുതും. 3-4 മരുന്നുകൾ എഴുതും. നല്ല വില കൂടുതൽ ഉണ്ടാവും. ആ വില കൂടുതലിന് ഈ വരുന്ന മരുന്നുകളെല്ലാം കഴിക്കും. ഒരാഴ്ച കഴിച്ചിട്ട് വരാൻ പറയും. ഒരാഴ്ച ആ മരുന്നുകളെല്ലാം കഴിച്ചിട്ട് ചെല്ലും. കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മരുന്നുകൾ മാറ്റി എഴുതും. അതെല്ലാം ഇങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അതായത് ഈ രാസമരുന്നുകളാണ് നമ്മൾ കഴിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഈ രാസമരുന്നുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങൾ, വല്ലാത്ത രോഗങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് രാസലഹരി എന്ന് പറയുന്നത് പോലെയാണത്. അതായത് ആയുർവേദ മരുന്ന് പോലെയോ ഹോമിയോ മരുന്ന് പോലെയൊന്നും അല്ല. ആയുർവേദ മരുന്നുകൾ മര്യാദയ്ക്ക് കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതും അപകടകാരിയാണ്. ഇപ്പോ വാജീകരണ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ നായ്ക്കരണ പരിപ്പ് തന്നെ, അത് ശരിക്കത് പലരും വറുത്ത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ അല്ലാതെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ അപകടമാണ്. അത് പാലിൽ പുഴുങ്ങി നന്നായിട്ട് ഉണക്കി പിന്നെ അത് പൊടിച്ച് പാലിൽ തന്നെ കഴിച്ചാലേ അത് പറ്റുള്ളൂ. വിഷം ഇറങ്ങി പോണം. അതാണ് അവസ്ഥ. പലതും അറിയാതെ പലതും ചെയ്യുന്നു. അതിനേക്കാൾ വലിയ അപകടകാരിയാണ് ഈ രാസമരുന്ന് എന്ന് പറയുന്നത്. ഈ രാസമരുന്ന് ഇത്തരത്തിൽ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കസ്റ്റമറാണ് അവർക്ക്. യാതൊരു സംശയം വേണ്ട. ആ മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് വിറ്റുപോകാൻ വേണ്ടിയിട്ടാണ് ആ ക്ലിനിക്ക് അവിടെ നടത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. ചിലപ്പോൾ ആശുപത്രി തന്നെ ഒരു സ്വന്തമായി നടത്തുന്ന ക്ലിനിക്കായിരിക്കും. ഒരു മെഡിക്കൽ സ്റ്റോർ ഇല്ലാത്ത ഒരു ക്ലിനിക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? കാണില്ല. കാരണം അവിടുത്തെ മെഡിസിൻ പരമാവധി വിറ്റ് പോകണം. അതിനുവേണ്ടി ഏത് രീതിയിൽ അവർ മരുന്നുകൾ എഴുതും. ഈ രാസമരുന്നുകളെല്ലാം വാങ്ങിത്തന്ന് നമ്മൾ നിത്യരോഗിയായി മാറും, വലിയ രോഗിയായി മാറുകയാണ് ചെയ്യുന്നത്. അതിനൊരു അറുതി വരുന്നത് നമ്മൾ ഗവൺമെന്റ് ആശുപത്രികളെ സമീപിച്ചാലാണ്. അവിടെ അനാവശ്യമായി മരുന്ന് തരാറില്ല. ഒരുപക്ഷെ സർജിക്കൽ എക്യുപ്മെന്റ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇല്ലാതാക്കി സ്വകാര്യ ആശുപത്രിയിലേക്ക് നമ്മളെ കടത്തിവിടുന്നു എന്നൊക്കെ നമ്മൾ ആരോപിക്കുമ്പോഴും, ചിലതൊക്കെ അത് സത്യമാണ് എന്ന് പറയുമ്പോഴും, ഒരു സാധാരണ ജലദോഷപ്പനി, അല്ലെങ്കിൽ ഒരു ചുമ, അല്ലെങ്കിൽ ഒരു കഫക്കെട്ട്, അതുപോലെ ചില്ലറ രോഗങ്ങളായിട്ട് പോകുന്ന സാധാരണക്കാരുടെ രോഗങ്ങളുമായിട്ട് പോകുന്ന ആർക്കും തന്നെ ഈ പറയുന്ന ഡിസ്പെൻസറികളോ അല്ലെങ്കിൽ ആശുപത്രികളോ അനാവശ്യമായി മരുന്ന് എഴുതാറില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്ര ഈ മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് പലരും ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലും, ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എബോള ഉണ്ട്, H1N1 ഉണ്ട്. വൈറസിന് ഓരോ പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വൈറൽ സാന്നിധ്യത്തിന് ഓരോ പേരിട്ടിട്ട് നമ്മളെ പേടിപ്പിക്കും. എന്നിട്ട് നമുക്കറിയാലോ കൊറോണ കാലത്ത് നമ്മളെ പേടിപ്പിച്ചത്. അങ്ങനെ വൈറൽ രോഗങ്ങളെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതും, ഓരോ മഴക്കാലത്തും വെറ്റകൾ വരുമെന്നും
മഴക്കാലം മാറുന്നതോടെ അതങ്ങ് പോകുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും പേടിപ്പിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അത്തരത്തിലൊരു പേടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്ന് കരുതിയിട്ട് സാധാരണ ഡിസ്പെൻസറികളെ, പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ സമീപിക്കാത്തതും ഒരു കാരണമാണ്. അതായത് സാധാരണക്കാരെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്നും ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതും സർക്കാരാണ്, ഈ ആരോഗ്യവകുപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഭയപ്പെടുത്തലൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പ്രൈമറി ഡിസ്പെൻസറികളിൽ ചെല്ലാൻ പറ്റും. അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ പരിശോധിച്ചിട്ട് തന്നെ മരുന്ന് കാര്യങ്ങൾ തരും. പക്ഷെ തരുന്നത് ആവശ്യത്തിനുള്ളതേ തരൂ. അതുകൊണ്ട് പരമാവധി സാധാരണക്കാർ സർക്കാർ ആശുപത്രികളെ സമീപിക്കുക. ചെറിയ രോഗങ്ങൾക്ക് സർക്കാർ ആശുപത്രികളെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗശമനം ഉണ്ടാകും. ഈ രാസമരുന്ന് ഒരു കച്ചവടമാക്കി കണ്ട് മെഡിക്കൽ സ്റ്റോറിലെ മരുന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു പണച്ചെലവുണ്ടാക്കി നമ്മുടെ അസുഖത്തെ വലിയ അസുഖമാക്കി മാറ്റി പിന്നെ ഒരു മൾട്ടി നാഷണൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ക്ലിനിക്കിലേക്ക് ചെല്ലുന്നത് ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഏത് ക്ലിനിക്കോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ ന്യൂറോയെ കാണുന്നു അല്ലെങ്കിൽ ഓർത്തോയെ കാണുന്നു, ആരെങ്കിലും ഒരാളെ കാണുന്നു. അവരെല്ലാ ദിവസവും അവിടെ ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അതൊരു ടെക്നിക്കാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ആ മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരെ കാണണമെന്നുണ്ടെങ്കിൽ വലിയ ആശുപത്രിയിൽ പോകണം. ഏത് 5 സ്റ്റാർ 7 സ്റ്റാർ ആശുപത്രിയിൽ പോകണം. അവിടെ ചെന്നാലേ അദ്ദേഹത്തെ കാണാൻ പറ്റൂ. അദ്ദേഹത്തിന്റെ പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തും. അവിടെ എത്തുന്നതോടെ നമ്മുടെ തറവാട് വിൽക്കാൻ നമ്മൾ തയ്യാറായി എഗ്രിമെന്റ് എഴുതിയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു പരിശോധനയും ഇവിടെ ഒന്നും പരിശോധിച്ചൊന്നും മതിയാവില്ല. ഈ ക്ലിനിക്കിൽ പരിശോധിച്ചതോ പുറത്ത് ലാബിൽ പരിശോധിച്ചോ ഒന്നും മതിയാവില്ല. എല്ലാ ടെസ്റ്റുകളും അവിടെ നടത്തും. ആ ടെസ്റ്റുകളെല്ലാം അവിടെ നടത്തി അതിൻ്റെ പണം കെട്ടി ഇവിടെ 10 രൂപയ്ക്ക് ചെയ്തത് അവിടെ 10,000 രൂപ കെട്ടി ആ നിലയിൽ മുഴുവൻ നമ്മുടെ കുടുംബം കുത്തുവാള എടുപ്പിച്ചിട്ട് ഇറക്കി വിടും. അതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ക്ലിനിക്കൽ എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വകാര്യ ക്ലിനിക്കുകളുടെ കാര്യം പറയുന്നത് ഞാനൊരു ആക്ഷേപിക്കാൻ പറയുന്നതല്ല, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്. ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. ഈ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ ഇവിടെ കൊണ്ടുവെക്കുന്നത് വലിയ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടാണ്. ഇവിടെ നിന്ന് അവിടേക്ക് ഒരു രോഗി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഡോക്ടർക്ക് കമ്മീഷൻ, ഈ ക്ലിനിക്കിന് കമ്മീഷൻ. അതായത് ഇവിടെ ചികിത്സിച്ചാലും അവിടെ ചികിത്സിച്ചാലും ഇവർക്ക് കിട്ടാനുള്ള പണം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ജനങ്ങളുടെ പണമാണ്. അതായത് ആരോഗ്യമല്ല ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. ഒരാളുടെ കയ്യിലുള്ള സ്വത്ത് സമ്പാദ്യം എങ്ങനെ തട്ടിയെടുക്കാമെന്നുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയും കൊള്ളയുമാണ് ആരോഗ്യരംഗത്ത് ഇപ്പൊ നടന്നു വരുന്നത്. ആ ആരോഗ്യരംഗത്തെ കൊള്ളയും ആ ഗൂഢാലോചനയും അതിന് നിന്നു കൊടുക്കുന്ന സാധാരണക്കാരായ ആൾക്കാരാണ് വലിയ രോഗികളായി ഇന്ന് സമൂഹത്തിൽ ഒന്നുമില്ലാത്തവരായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സർക്കാർ ആശുപത്രികളെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവിടെ സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ അസുഖമാണല്ലോ അവർക്ക് വരുന്നത്. ആ അസുഖമായി ചെല്ലുന്നവരെ വലിയ രോഗികളാക്കി വിടുന്നില്ല. ഒരല്പം കാത്തിരുന്നാൽ മതി. ടോക്കൺ എടുക്കണം, അല്പം കാത്തിരിക്കണം, ഡോക്ടറെ ഒന്ന് കാണണം, അത് കഴിഞ്ഞ് മരുന്ന് വാങ്ങാൻ ഒരല്പം കാത്തിരിക്കണം. കാര്യം നമ്മുടെ സിസ്റ്റം ഒക്കെ ഒന്ന് ഡെവലപ്പ് ആകാൻ ഒരുപാട് വേണ്ടതുണ്ട്. നമ്മൾ ആരോഗ്യമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ് കരുതുന്നത്. പക്ഷെ എവിടെ എന്നാലും ഒരു 2-3 മണിക്കൂർ കാത്തിരുന്നാലും ആ ഒരു കാത്തിരിപ്പ് നമ്മളൊരു ബുദ്ധിമുട്ടായി ഏതെങ്കിലും ക്ലിനിക്കിലോ മറ്റെവിടെയെങ്കിലും ചെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചു പോരാമെന്ന് കരുതുന്നത് 500 കൊല്ലത്തേക്കുള്ള ഒരു രോഗം അല്ലെങ്കിൽ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടാണ് നിങ്ങൾ പോരുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടി ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആരോഗ്യ കേരളം ഒരു പരിധി വരെയെങ്കിലും സൃഷ്ടിക്കാനും പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത്, നമ്മുടെ സമ്പാദ്യം എല്ലാം വലിയ വലിയ ആശുപത്രികൾ എന്ന് പറയുന്ന കൊള്ളാലയങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി നമ്മൾ സ്വയം നിന്നു കൊടുക്കുകയാണ് ചെയ്യുക. Different angles. Don't forget to subscribe and support this channel.